ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് പാൻ കേക്ക്. ഇനി നമുക്ക് കൂടുതൽ സംസാരിച്ചിരിക്കാതെ വീഡിയോയിലോട്ട് എടുക്കാം. പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയായിട്ട് എടുക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഇതിലോട്ട് 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലായാലും മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മൈദ ഞാൻ ഒരു പ്രാവശ്യം തരിച്ചെടുത്തിട്ടുള്ളതാണ്, അപ്പോൾ ഇത് തരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഞാൻ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനും ഉപയോഗിക്കാം. ചെറിയ ചെറിയ ബൗൾസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള പാൻ കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടറും അതുപോലെ മാപ്പിൾ സിറപ്പുമാണ് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊരും, കാരണം നല്ല ടേസ്റ്റ് ആട്ടോ ഈ പാൻ കേക്കിന്. അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ പാൻ കേക്ക്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ടേക്ക് കെയർ, ബൈ ബൈ.